ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 5 11c 2r + 1 ഡിവൈഡഡ് ബൈ 2r + 2. അത് m/n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കിയിട്ട് വേണം എം എന്നും എടുക്കാൻ, കാരണം GCD ഓഫ് m, n 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m-n ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ശരിക്കും തന്നിരിക്കുന്നത് സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 5 11c 2r + 1 ഡിവൈഡഡ് ബൈ 2r + 2. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 11c 2r + 1 ആ 2r + 1ന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്ന 2r + 2 അല്ലേ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ 11c 2r + 1 ഡിവൈഡഡ് ബൈ 2r + 2. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് NCR ഡിവൈഡഡ് ബൈ r + 1ന്റെ കാര്യമാണ് അല്ലെ? ഈ ആറിന്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഡിനോമിനേറ്ററിലുള്ളത് കിട്ടുന്നത്. NCR ബൈ r + 1നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. എങ്ങനെ എഴുതേണ്ടത്? n+1 CR + 1 ഡിവൈഡഡ് ബൈ n+1 അല്ലെ? ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്, നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടതാണ്. എക്സാമിനൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണല്ലോ. അപ്പൊ NCR ബൈ r + 1 എങ്ങനെയാണ് നമുക്ക് എഴുതി വെക്കാൻ പറ്റുക? n+1 CR + 1 ഡിവൈഡഡ് ബൈ n+1. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് അനുസരിച്ച് എനിക്ക് ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? NCR എന്നുള്ളത് n+1 CR + 1. അപ്പൊ ഇവിടെ 12c 2r + 2 എന്ന് വരത്തില്ലേ ന്യൂമറേറ്റർ? ഡിവൈഡഡ് ബൈ n+1, അതായത് 11 + 1 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 5 11c 2r + 1 ഡിവൈഡഡ് ബൈ 2r + 2 എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 5 12c 2r + 2 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം അല്ലെ? ആ 1/12 നമുക്ക് പുറത്തേക്ക് ചാടിക്കാം, കോൺസ്റ്റന്റ് ആണല്ലോ. സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 5 12c 2r + 2 is equal to 1/12 into ഞാൻ ആ സിഗ്മയെ എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ആറിന് 0 1 2 3 എക്സെട്ര എന്ന് കൊടുത്ത് ആഡ് ചെയ്യണം. ആറിന് 0 കൊടുത്താൽ 12c2 എന്നല്ലേ കിട്ടുക? ആറിന് 1 കൊടുത്താൽ 12c4 കിട്ടും. ആറിന് 2 കൊടുത്താൽ 12c6 കിട്ടും. ശരിയാണല്ലോ? പ്ലസ് എക്സെട്ര. ഇങ്ങനെ ആറിന് 5 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ആറിന് 5 കൊടുത്താൽ 12c12 കിട്ടത്തില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം നോക്കി. നമുക്കറിയാം 12c0 + 12c2 + 12c4 + എക്സെട്ര പ്ലസ് 12c12 എന്ന് പറഞ്ഞാൽ 2n-1 അഥവാ 212 - 1. പക്ഷെ ഇതിനകത്ത് ആരില്ല? 12c0 കാണാത്തത് കൊണ്ട് അത് സബ്ട്രാക്ട് ചെയ്യണ്ടേ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 12c0 + nc0 + nc2 + nc4 + എക്സെട്ര എന്നുള്ളതും nc1 + nc3 + nc5 + എക്സെട്ര എന്നുള്ളതും ഒന്ന് തന്നെയാണ്. രണ്ടും എന്തിനോട് ഈക്വല? 2n-1 അതല്ലേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ 12c0യുടെ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2n-1 എഴുതിയിട്ട് അതിൽ നിന്നും 12c0 സബ്ട്രാക്ട് ചെയ്തു. ശരിയല്ലേ? അതായത് 1/12 ഇൻറ്റു 211 - 1 അല്ലേ? 211 എന്ന് പറഞ്ഞാൽ 2048 ആണ്. അതേ -1 എന്ന് പറഞ്ഞാൽ 2047 ഡിവൈഡഡ് ബൈ 12 എന്നല്ലേ കിട്ടുന്നത് അല്ലേ? യെസ്. അപ്പൊ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് m ആയിട്ട് എന്തെടുക്കാം? 2047 എടുക്കാം. n ആയിട്ട് 12 എടുക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? m-n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. m-n 2047 - 12 എന്ന് കിട്ടും. സോ 2035 ആണ് നമുക്കിതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്.